തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായ 5 പേരെ അഫാൻ കൊലപ്പെടുത്തിയതിൻ്റെ കാരണമെന്ത്? ഇതുവരെയുള്ള അന്വേഷണ സാഹചര്യങ്ങൾ സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനും അപ്പുറമാണ് ആ ദുരന്തം നടന്ന വീട്ടിലെയും നാട്ടിലെയും കാഴ്ചകൾ. കാരണം ഞെട്ടൽ ഇതുവരെയും അവിടെ വിട്ടുപോയിട്ടില്ല. ഡാൻ കുര്യനാണ് വീട്ടിൽ പോയത്, നാട്ടിൽ പോയത്, അവിടുത്തെ ആളുകളുമായി സംസാരിച്ചത്. ഡാൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ഡാൻ, കേരളത്തിലെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണിത്. എന്താണ് ആ കുടുംബത്തിന് സംഭവിച്ചത് എന്നതൊരു ദുരൂഹതയായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ വഴികളിൽ മറ്റെന്തെങ്കിലും പുതിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഡാൻ അവിടേക്ക് എത്തിയപ്പോൾ സമീപവാസികളോ നാട്ടുകാരോ ഒക്കെ ഇതിനോടോ അവിടുത്തെ സാഹചര്യങ്ങളോടോ പ്രതികരിക്കുന്നത് എന്താണ്? നിലവിൽ ആ വീട്ടിൽ ആരും, പേരുമലയിലെ വീട്ടിൽ ആരും താമസമില്ല. ഇടയ്ക്കിടയ്ക്ക്, അതായത് ആ വീടിന് മുൻപിൽ കാട് കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് മറ്റ് പ്രശ്നങ്ങൾക്ക്, അതായത് ഇഴജന്തുക്കളൊക്കെ കയറുന്ന സാഹചര്യം ഒഴിവാക്കാനായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലെത്തി അതിൻ്റെ മുൻവശമൊക്കെ വൃത്തിയാക്കി ഇടാറുണ്ട് എന്നത് മാത്രമാണ് അയൽവാസികൾ പങ്കുവെക്കുന്ന കാര്യം. വളരെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത്. കടബാധ്യതകളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. ആ സംഭവത്തിന് ശേഷം പക്ഷേ അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ചെലുത്തുന്ന ആരും പിന്നീട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ അത് കൃത്യമായി മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് ബാങ്ക് അടക്കം അത്തരത്തിലൊരു സാവകാശം അവർക്ക് നൽകിയതായിരിക്കും. എന്തായാലും ആ വീട്ടിൽ ഇപ്പോൾ അവർ താമസമില്ല. ഷെമി ഈ സംഭവത്തിന് ശേഷം ആ വീട്ടിലേക്ക് എത്തിയിട്ടേയില്ല. അവർ വെഞ്ഞാറമൂടിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ ഇപ്പോഴും എല്ലാ മാസവും ചികിത്സയ്ക്കായി എത്താറുണ്ട്, സ്കാനിങ്ങിനായി എത്താറുണ്ട്. അതോടൊപ്പം അവർ അർബുദ രോഗിയാണ്. അതുപോലെ RCCയുടെ ചികിത്സയിൽ അവർ തുടരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കുടുംബം പോറ്റുന്നതിനായി കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് പച്ചക്കറി വ്യാപാരം നടത്തുകയാണ് അഫാന്റെ പിതാവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹവുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ആ കുടുംബവുമായി ഏറ്റവും അടുത്ത ചില വ്യക്തികളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ഇത്രയും നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവർ ഒരു പരസ്യമായി ഒരു പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. ആ സമയത്ത് ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ അവരെ സഹായിക്കാനായി ഈ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ഒന്നും തന്നെ പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. അതൊക്കെ അന്നത്തെ ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നടത്തിയ ഇടപെടലുകളാണ് എന്നാണ് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ വരെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സഹായവും ആ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നിയമപരമായി ഈ കേസ് ഇപ്പോൾ ചർച്ചകളിലേക്ക് വരുന്ന കാര്യം കാലം പറഞ്ഞ കഥ എന്ന തരത്തിൽ അഫാനുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിലുണ്ടായ ദാരുണമായ സംഭവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സിനിമ അത് ഈ 6-ാം തീയതി റിലീസാകേണ്ടതായിരുന്നു. അതിന് തടയണം, അതിൻ്റെ അത് പ്രദർശിപ്പിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം പ്രധാനപ്പെട്ടതായി മാറും. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അത് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വരുന്ന 6-ാം തീയതി അഫാന്റെ ജീവിതം വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഈ 5 കൊലപാതകങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സിനിമ 6-ാം തീയതി പ്രദർശനത്തിനെത്തുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പമാണ് വരുന്ന ഫെബ്രുവരി 24-ാം തീയതി ഈ കൊലപാതകം നടന്നിട്ട്, ഈ കൂട്ടക്കുരുതി നടന്നിട്ട് 1 വർഷം പൂർത്തിയാകുന്നത്. എന്തായാലും ഇപ്പോഴും അവരുടെ സാമ്പത്തികമായ എല്ലാ അവസ്ഥയും അങ്ങനെ തന്നെ ദുരിതപൂർണമായ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുന്നു. കടബാധ്യതകളൊന്നും തീർന്നിട്ടില്ല. കുടുംബത്തിലേക്ക് അവർക്ക് മടങ്ങി വന്ന് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് അന്നന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവർ ഒരു താൽക്കാലികമായ വ്യാപാരം കൊല്ലം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ആ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ അയൽവാസികളുമായി ഒന്നും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഒന്ന് വിളിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ളൊരു ബന്ധവും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫാൻ ഇപ്പോഴും ചികിത്സ നൽകുന്നുണ്ട്. അതായത് 2 തവണ ജയിലിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തുന്നു. അതിലൊരു തവണ മരണത്തിനും ജീവിതത്തിനുമിടയിൽ അഫാൻ വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ അപകടനില തരണം ചെയ്താണ് പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. പിന്നീട് വലിയ നിരീക്ഷണത്തിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാനെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോഴും മാനസിക നില വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ അവിടെ കൗൺസിലർമാരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ അഫാൻ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിചാരണയ്ക്കായി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനി വിചാരണ തുടങ്ങേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ അഫാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ 2 തവണ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് പലപ്പോഴായി നമ്മൾ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ കൊലപാതകം നടന്ന് 1 വർഷം പൂർത്തിയാകുമ്പോഴും ആ നാട് ഇപ്പോഴും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് ഇങ്ങനെ തങ്ങളുടെ നാട് ഇങ്ങനെയൊരു കൊടും കൊലപാതകത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നതാണ് വാസ്തവം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.